ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിൻ്റെ ഈ പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് നാം ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ പലതവണ വചനവിചിന്തനത്തിന് വിധേയമാക്കിയിട്ടുള്ളൊരു ഭാഗമാണ് അത്. അതിന് തുടക്കം ഇങ്ങനെയാണ്: പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളൊക്കെ കൂടി ഈശോയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം പുരോഹിതരുടെയും ഈ ജനപ്രമാണികളുടെയും നിയമജ്ഞരുടെയും ഒക്കെ ഒരു മനോഭാവമാണ്. തങ്ങളുടെ നിയമത്തെയും ആരാധനാക്രമത്തെയും ഒക്കെ ബാഹ്യമായിട്ടുള്ള രീതിയിൽ മാത്രം കണ്ടുകൊണ്ട് ഉള്ളിലെ യഥാർത്ഥമായ വിശ്വാസം നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയെ സൂചിപ്പിക്കുന്നവരാണ് ഇവരൊക്കെ. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു കഥ ഇപ്രകാരമാണ്. ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ ആരംഭത്തിൽ വളരെ പ്രശസ്തനായ ഒരു ഗായകൻ ഗാനമാലപിക്കാനായിട്ട്, പ്രാർത്ഥനാ ഗാനം ആലപിക്കാനായിട്ട് കയറി. അത് 23-ാം സങ്കീർത്തനം, കർത്താവാണ് എൻ്റെ ഇടയനെന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണത്. അങ്ങനെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഗാനമാലപിച്ചു കഴിഞ്ഞപ്പോൾ സദസ്സ് മുഴുവൻ പ്രാർത്ഥനാ ഗാനമായാൽ പോലും വളരെ സ്നേഹത്തോടെ കൈയടിച്ചു. കാരണം അത്രയും മനോഹരമായിട്ട് അദ്ദേഹം പാടി. ആ ഗായകന് വളരെയധികം സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് പോയിരുന്നു. അതിനുശേഷം കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു പ്രായമായിട്ടുള്ള ഒരു പുരോഹിതൻ ആ സ്റ്റേജിലേക്ക് കയറി വന്നു. പ്രാർത്ഥനയുടെ സമയമാണ്. ആ പുരോഹിതനും പ്രാർത്ഥിക്കാനായിട്ട് തെരഞ്ഞെടുത്ത ഭാഗം 23-ാം സങ്കീർത്തനമാണ്. കർത്താവാണ് എൻ്റെ ഇടയനെന്ന് പറഞ്ഞുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, കണ്ടമിടറിക്കൊണ്ട്, കണ്ണുനീർ വാർത്തുകൊണ്ട് ആ പുരോഹിതൻ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ആ പുരോഹിതൻ്റെ ഉള്ളിൽ തട്ടിയുള്ള പ്രാർത്ഥന കേട്ടപ്പോൾ ആ സദസ്സിലുള്ള എല്ലാവരും കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കരയുന്നത് കണ്ടപ്പോൾ പ്രശസ്തനായ ഗായകൻ വീണ്ടും മുൻപിലോട്ട് വന്ന് മൈക്കിൽ പറഞ്ഞു, ഈ പുരോഹിതൻ അറിഞ്ഞത് കർത്താവായ നല്ല ഇടയനെയാണ്, ഞാൻ അറിഞ്ഞത് ബാഹ്യമായിട്ടുള്ള സംഗീതത്തെയും. നമ്മുടെയൊക്കെ ജീവിതവും പലപ്പോഴും അങ്ങനെയാണ്. ബാഹ്യമായിട്ടുള്ള രീതിയിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ പ്രാർത്ഥനയും ഭക്താഭ്യാസങ്ങളും ഒക്കെ മാത്രമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തു ഉണ്ടോ എന്നാണ് ഇന്നത്തെ നോമ്പുകാലം നമ്മളെ വിലയിരുത്തുന്നത്. നിയമവും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനാ ശൈലികളും ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ നോമ്പും പൂർത്തിയാകുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദേവാലയത്തിൽ പോകുന്നു, ഞാൻ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്നു എന്നിരുന്നാലും എന്നിലൂടെ ഞാനായിരിക്കുന്ന സമൂഹത്തിലെ, ഞാനായിരിക്കുന്ന കുടുംബത്തിലെ, ഞാനായിരിക്കുന്ന ചുറ്റുപാടിലെ എത്രത്തോളം ക്രിസ്തുവിൻ്റെ സ്നേഹവും സന്തോഷവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നു, അതാണ് യഥാർത്ഥമായിട്ടുള്ള നോമ്പുകാലം. ഈശോയോടുള്ള സ്നേഹത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ വെളിച്ചം ഈ നോമ്പുകാലത്ത് നമ്മിലൂടെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.